അതെന്താ? വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രത്യേക മതക്കാർ മാത്രം തെരുവിലിറങ്ങുന്നത്? അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലോ. ഈ ഡീലിന്റെ ഉള്ളറകൾ എന്താണെന്ന് ഈ സമൂഹത്തിന് അറിയേണ്ടിയിരിക്കുന്നു. സതീശൻ മുഖ്യമന്ത്രിയായേ മതിയാകുള്ളൂ എന്ന നിലയ്ക്ക് കേരളത്തിലെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു വികാരം ഉണ്ടാകേണ്ട കാര്യം? നിങ്ങൾ ലീഗുകാരാണല്ലോ. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ എന്തിനാണ് ലീഗുകാർ കയറി ഇടപെടുന്നത് എന്ന ചോദ്യം കൂടി സ്വാഭാവികമായി ഉയർന്നു വരണ്ടേ? കോൺഗ്രസുകാർ തീരുമാനമെടുക്കാൻ ഒരുങ്ങുമ്പോൾ സതീശന് വേണ്ടി ലീഗിനകത്തു നിന്ന് ഒരു പ്രത്യേക വികാരം ഉയർത്തി വിടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ നിക്ഷിപ്ത താല്പര്യവും ചില ഡീലുകൾ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പൊതുവെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് ഒരു പ്രതിഷേധ സമരം അരങ്ങേറിയതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം കേരളത്തിലെ ജനവിധി അട്ടിമറിച്ചുകൊണ്ടാവരുത്. ഇത് കേരളത്തിലെ ജനവിധി UDF ചെയർമാനായ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവാനാണ്. ആ ജനവിധി കേരളത്തിലെ ഹൈക്കമാൻഡ് യഥാർത്ഥ ജനങ്ങളാണ്. ആ ജനവിധി അട്ടിമറിക്കാൻ ഒരു ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും ജനങ്ങൾ തെരുവിലിറങ്ങും, അതിനെ പ്രതിരോധിക്കും. നിലപാടുകളെ രാജകുമാരനാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശനോട് ഞങ്ങൾ എല്ലാവരും നിൽക്കും. ഞങ്ങൾ തെരുവിലിറങ്ങും. അയാൾ മുഖ്യമന്ത്രിയാക്കണം. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണം ഞങ്ങളുടെ ആവശ്യം. വി.ഡി. സതീശ നേതാവ്, അത് വി.ഡി. സതീശനാണ് മുന്നിട്ടത്. വി.ഡി. സതീശനാണ് അഴിമതിക്കെതിരെ, വി.ഡി. സതീശനാണ് മതേതരത്വത്തിന് അനുകൂലമായി നിൽക്കുന്ന നേതാവ്. തുലയട്ടെ തുലയട്ടെ, വലിയത് തുലയട്ടെ. കേരളത്തിൽ ഒരു വ്യക്തി മുഖ്യമന്ത്രിയാകണമെന്നുണ്ടെങ്കിൽ പൊതുവികാരമാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ പൊതുവികാരമല്ല ഉണ്ടാകുന്നത്. സതീശൻ തന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കേരളത്തിൽ മൗദൂദികളെയും ജമാഅത്ത് ഇസ്ലാമിക്കാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വികാരം സൃഷ്ടിച്ചു എന്നതിന്റെ റിയൽ കാഴ്ചയാണ് ആ കാണുന്നത്. അവർക്ക് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരികയല്ല ലക്ഷ്യം, സതീശനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളത്. അതെങ്ങനെയാണ് നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നത്? ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിലേക്ക് ഇങ്ങനെ ഒരു മതവിഭാഗക്കാർ സമ്മർദ്ദം ചെലുത്തി അയാളെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം സംഘടിതമായി ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ടെന്ന് ശക്തമായി ഈ നാട് സംശയിക്കുന്നുണ്ട്. അത്തരം സമ്മർദ്ദങ്ങൾ ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ചില ധാരണകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് കഴിയും. എന്തായാലും ഇങ്ങനെ ഒരു മതത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിന് അധികാരം കിട്ടുമ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആ തീരുമാനമെടുക്കാൻ പറ്റില്ല. ഇന്നലകളിൽ ന്യൂനപക്ഷ വികാരം കത്തിക്കാൻ വേണ്ടി മൗദൂദികളുടെയും സുഡാപ്പികളുടെയും ആയുധമായി സതീശൻ നിന്നുകൊടുത്തിട്ട് തന്റെ കസേരയിലേക്ക് എത്തിപ്പെടാൻ ഇവിടെ വർഗീയ വിഷം കലക്കിയ വ്യക്തിയെ ഒരു കാരണവശാലും ഈ ഒരു സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാക്കാൻ പാടില്ല തന്നെ. അങ്ങനെ ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കിയേ പറ്റുള്ളൂ എന്ന പിടിവാശി നടത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചില ഡീലിങ്സ് നടത്താനുള്ള ധാരണയുടെ ഭാഗമായിട്ട് തന്നെയെന്ന് ഈ നാട് സംശയിക്കണം. കോൺഗ്രസുകാർ ഇപ്പോൾ എടുക്കുന്ന നിലപാട് ചെന്നിത്തലയോ KC വേണുഗോപാലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതാണ് നല്ലത്. എന്തുകൊണ്ട്? ആരെ തീരുമാനിച്ചാലും ഞങ്ങൾ അംഗീകരിക്കുമെന്നല്ല, സതീശൻ തന്നെ നയിച്ചാലേ മതിയാകുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു സതീശ സ്നേഹത്തിന്റെ ഭാഗമല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് സ്നേഹത്തിന്റെ ഭാഗമല്ല. തങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സതീശൻ നാട് നീളെ പലർക്കും ആദ്യ ക്യാബിനറ്റിൽ തീരുമാനമെടുക്കും എന്ന രീതിയിൽ പ്രഖ്യാപനം കൊടുത്തതുപോലെ ലീഗിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന മൗദൂദികൾക്കും സുഡാപ്പികളും ഉൾപ്പെടെയുള്ള വർഗീയവാദികൾക്ക് ഈ നാട്ടിൽ പ്രത്യേക സ്ഥാനമൊരുക്കാൻ എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വാഗ്ദാനങ്ങൾ നിർബന്ധപൂർവം നടപ്പിലാക്കിയെടുക്കാൻ സതീശൻ ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു ഉഡായിപ്പ് സമ്മർദ്ദവുമായിട്ട് വരുകയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പിടിച്ച പിടിയാല് സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ പാടില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതുവികാരം. ജനമാണ് സമ്മതിദാന അവകാശം കൊടുത്തത്, അല്ലാതെ മൗദൂദികളും സുഡാപ്പികളും ചേർന്നാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ തൽക്കാലം വകവെച്ച് കൊടുത്താൽ കേരളത്തിന്റെ സാമുദായിക സന്തുലിതാവസ്ഥയെ തകർക്കുന്ന തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി പ്രവേശനമാകും സതീശനിലൂടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ പുറത്തു കാണുന്ന ഈ കൊട്ടേഷൻ സമരങ്ങൾ കണ്ട് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഉറച്ച നിലപാട് സ്വീകരിക്കേണ്ടത് ഈ നാടിന്റെ മതനിരപേക്ഷതയുടെ കൂടി ആവശ്യമാണെന്ന് വളരെ കൃത്യമായി ഇത്തരം കൊട്ടേഷൻ സമരങ്ങൾ കാണുമ്പോൾ പറയേണ്ടി വരികയാണ്.